നമസ്തേ. ജീവിതത്തിൽ ഉയർന്നു വന്നതായിട്ടുള്ള വ്യക്തികൾ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിട്ടുള്ള ഏതൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ അത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യപ്പെട്ട, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ അവഗണനയാണ് പിന്നീട് അവരുടെ ശക്തിയുടെ വിത്തായിട്ട് മാറിയത് എന്നുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ മൗനമാണ് പിന്നീട് അവരുടെ ശക്തിയായിട്ട് മാറുന്നത്. സംസാരിക്കാൻ പോലും അവസരം കിട്ടാത്തതായിട്ടുള്ള വ്യക്തികൾ പിന്നീട് അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശക്തി കാണിക്കുന്ന സമയത്ത് അത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ്. കാരണം അവർ ഈ നിശബ്ദതയിൽ അവരുടെ ശക്തിയെ സംഭരിച്ചു വെച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിരപരാധികളുടെ കണ്ണുനീർ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെയാകില്ല എന്നുള്ളതാണ്. കാരണം കർമ്മ എല്ലാം നോക്കി വെക്കുന്നു എന്നുള്ളതാണ്. കർമ്മം വൈകിയേക്കാം, പക്ഷെ അത് മറക്കില്ല എന്നുള്ളതാണ്. ഏകാന്തതയിൽ തകർന്നിരുന്നുവെങ്കിലും അവര് അകത്ത് ഉരുവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഇഗ്നോർ ചെയ്യപ്പെട്ടതായിട്ടുള്ള ആത്മാക്കൾ പിന്നീട് പതിയെ ഇമോഷണലി അൺബ്രേക്കബിൾ ആയിട്ട് മാറുകയാണ്. കാരണം അവരുടെ ഒറ്റപ്പെടലാണ് അവരുടെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ താഴെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നവർ നിങ്ങളുടെ ഉയർച്ച കാണാനായിട്ട് വിധിക്കപ്പെട്ടവർ തന്നെയാണ്. ഒരു തവണ നിങ്ങളെ മോക്ക് ചെയ്ത ആളുകൾ പിന്നീട് നിശബ്ദരായിട്ട് വായടച്ച് നിങ്ങളെ നോക്കി നിൽക്കുമെന്നുള്ളതാണ്. അൺഹേർഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഒരിക്കലും, കേൾക്കാത്ത ശബ്ദങ്ങൾ ഒരിക്കലും അപ്രത്യക്ഷമായിട്ട് പോകുന്നില്ല. ഓരോ വേദനയ്ക്കും പ്രപഞ്ചത്തിന്റെ ഒരു മറുപടി ഉണ്ട് എന്നുള്ളതാണ്. കർമ്മം ഒരിക്കലും വഴിതെറ്റില്ല. അത് ഉടനെ അല്ലെങ്കിലും ഉറപ്പായിട്ടും എത്തിച്ചേരും. സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും ഇത് തന്നെയാണ് അവസ്ഥ. സോ ഞാൻ പറയുകയാണ്, വൈകിയുള്ള സ്ലോ ആയിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള വളർച്ചയാണ്. കർമ്മം പറയുകയാണ്, ഞാൻ വരും നിസ്സഹായകന്റെ ഉരുക്കുമുഷ്ടിയായിട്ട്. ഉടനെയല്ല, പക്ഷേ ഉറപ്പായും. തീർച്ചയായിട്ടും ഈ സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുന്നു. നമസ്തേ.